ഇങ്ങനെ നമ്മളുടെ വെഡിങ് സെക്ഷന്റെ അടുത്ത് നട്ട് വെച്ചിരിക്കണയാണ്. അപ്പം ഇത് നോക്കുന്ന ഒരാളുണ്ട് ഇവിടെ, നമ്മളുടെ ഗീത. ഇവിടെ ഒന്ന് പറഞ്ഞിരുന്നോട് എന്തൊക്കെയാ പറയാറുണ്ട്. ആള് ഡെയിലി വന്ന് ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇലയെ തൊട്ട് തഴുകി തലോടി എന്തൊക്കെയോ സംസാരിക്കുന്നു പറഞ്ഞു. എന്റെ ദിവസം വന്നിട്ട് ചോദിക്കും, ഒരു ദിവസം ഇല പഴുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും എന്ത് പറ്റി അമ്മയുടെ മക്കൾക്ക്, എന്താ 2 ദിവസം അമ്മ വരാതിരുന്നത് കൊണ്ടാണോ മക്കൾ ഇങ്ങനെ പഴുത്തു പോയത്? അമ്മ മക്കൾ ഉപേക്ഷിച്ചിട്ടില്ല കേട്ടോ എന്നും വന്ന് അമ്മയ്ക്ക് സമയമില്ലാത്ത സമയത്താണ് വരാൻ വൈകിടെ, അല്ലാത്ത ദിവസം വന്ന് അമ്മ മക്കൾക്ക് വന്ന് വെള്ളമൊഴിക്കുക മക്കളെ നോക്കൊക്കെ ചെയ്യണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇതും അമ്മയുടെ പൊന്നുണ്ണി മക്കളാണ്, അമ്മയുടെ പൊന്നുണ്ണി മക്കളാണ്, അമ്മയ്ക്ക് എന്നെന്നും പൊന്നുണ്ണി മക്കളാണ്, എന്നമ്മ നല്ലോണം നോക്കണുണ്ടോ എന്നും പറഞ്ഞിട്ട് ഞാനൊരു ഊഹിക്കും. അങ്ങനെ എന്നും എന്റെ ഹൃദയത്തില് ഞാൻ വാത്സല്യമായി നോക്കുന്നത് ശരിയാണ്. എന്റെ സ്നേഹം കൊണ്ടാണ് ഇവര് വേഗം വളർന്ന് ചെറിയ തൈകളെ പെട്ടെന്ന് അറിയിച്ച് ഇവര് ഉയരങ്ങളിലെത്തി. പക്ഷെ ഇതിന്റെ മുകളിലേക്ക് വിടുന്ന എനിക്ക് ആഗ്രഹമുണ്ടായി, പക്ഷെ എന്റെ കൈ എത്താത്തത് കൊണ്ട് ഞാൻ അതിനെ വളർത്തി ഇതിലാക്കി വെച്ചു. ഇപ്പൊ ഒരു നല്ല ഗീത നമുക്ക് ഒരു ചട്ടിയിലും കൂടി ഇങ്ങനെ പിടിച്ചു കെട്ടാൻ എളുപ്പത്തിന് ഇവിടെ വെക്കണം. അല്ലെങ്കിൽ കാറ്റ് ഇവിടെ വരുമ്പോഴേക്കും സൺലൈറ്റ് നന്നായിട്ട് വരട്ടെ. ഇവിടെ നമ്മുടെ ഫ്രണ്ടില് കുറെ നമ്മൾക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് സൂര്യന് രശ്മി അടിക്കുമ്പോൾ നമ്മുടെ ചെടികൾ കടകളിലേക്കുള്ള ആ ഇതിന്റെ വളർച്ചയാണ് കടകളിലുള്ള നമ്മുടെ ധനത്തിന് ഇവരെന്തോ ഒരു അറിവ് അനുസരിച്ചാണ് നമ്മുടെ കടയിൽ വന്ന വരുമാന മാർഗം. അതുകൊണ്ട് ഉദ്ദേശിച്ചാണ് ഞാൻ ഈ ചെടി വെച്ച് പിടിപ്പിച്ചിരുന്നത്. കാരണം കട എപ്പോഴും പുരോഗതിയിലെത്തണം, നല്ല വളർച്ച പ്രയോഗിക്കണം. അപ്പൊ ഇവരുടെ വളർച്ചയാണ് നമ്മുടെ കടയിൽ വന്ന കസ്റ്റമറുടെ ഇത്. ഇവരെന്തോരം നമ്മൾ നോക്കുന്നു, ഇവര് ഒരിക്കലും നശിച്ചു പോകാത്ത രീതിയിൽ പരിചരിച്ചാൽ നമ്മുടെ കടയിൽ ഉന്നതങ്ങളിൽ എത്തുള്ളൂ എന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ ആളിങ്ങനെ സസ്യങ്ങളെ ചെടികളെയൊക്കെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ടതാണ്. അപ്പൊ നമ്മുടെ താഴെയുള്ള ചെടികൾക്കൊക്കെ നിറയെ വെള്ളം കൊടുക്കും, എന്ത് നട്ടാലും നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ഒരു ചെറിയ ചെടിയില് നിറയെ കാന്താരിമുളകൊക്കെ ഉണ്ടായി നമ്മുടെ കടയുടെ ഫ്രണ്ടില്. എല്ലാവരും അത് കണ്ടു ചിരിക്കുമായിരുന്നു. അപ്പൊ ഉണ്ടല്ലോ ഇങ്ങനെ നമ്മുടെ കടയിൽ കസ്റ്റമേഴ്സ് കുറവാണെങ്കിൽ ചേച്ചി ഓടിപ്പോയി തിരി കത്തിച്ച് മാർട്ടി മുണ്ടയാറിന്റെ അപ്പുറം മുണ്ടയാറിന്റെ അവിടെ പോയി പ്രാർത്ഥിക്കും. അപ്പൊ തന്നെ നിറയെ കസ്റ്റമേഴ്സും വരും. അതാണ് ചേച്ചി, ഭയങ്കര പ്രാർത്ഥനയൊക്കെയാണ് ആള്. അതെ, ഞാൻ എപ്പോഴും ഈശോയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ സ്ഥാപനം എപ്പോഴും ഉയരങ്ങളിലെത്തിയാലല്ലേ നമുക്ക് 10 രൂപ കാശ് കിട്ടും. രാവിലെ വന്ന് ഞാൻ ആദ്യം ഈശോയുടെ അടുത്ത് പോയി തിരിവെച്ച് ആ ഫ്രണ്ടിൽ CBRന്റെ മുമ്പിൽ വന്നിട്ട് ഒരു 2 ആ ചെടി ഉണ്ടിച്ചെടി 2 പൊട്ടിൽ വെച്ച് ഞാൻ 21 സങ്കീർത്തനം എത്തിക്കും. എനിക്ക് ഈശോയോട് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ ഈ കടയിൽ നല്ല സ്ഥാപനങ്ങളിൽ ഉള്ള എല്ലാ സ്റ്റാഫുകളെയും ഈശോയുടെ തിരുത്തിരികളോട് സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ കടയിൽ ആദ്യം തന്നെ വന്ന് ഞാൻ ഈ ഈശോയുടെ മുമ്പിൽ തിരിവെച്ച് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഇവിടെ ആളുടെ ഒരു ഇന്റർ കാസ്റ്റ് മാരേജ് ഒക്കെയാണ് ആള്, പക്ഷെ എന്നാലും നല്ല ഒരു വിശ്വാസത്തിലാണ്. വെഡിങ്ങിൽ കസ്റ്റമർ വന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ പിള്ളേര് ഇപ്പൊ ഞാൻ വന്ന് പതിനെടുത്ത് വായിക്കും, എന്റെ ഈശോയെ ഇന്നൊരു കസ്റ്റമർ വന്നില്ലല്ലോ, ഈശോയുടെ കാണാനുണ്ടല്ലോ. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയുടെ ശക്തി ഉണ്ടെങ്കിൽ കസ്റ്റമർ വരണം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പൊ ജിയോ സാർ പറയും ചേച്ചിയുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. സ്റ്റാഫുകള് എല്ലാവരും നമ്മുടെ സ്നേഹവും സന്തോഷമാണ്. അപ്പൊ ഇത് നമ്മുടെ കിച്ചണിലെ ഡ്യൂട്ടിയാണ് ചേച്ചിക്ക്. പിന്നെ ഹൗസ് കീപ്പിംഗ് എല്ലാം ചെയ്യും. അപ്പോ വളരെ സ്നേഹം, ഇങ്ങനെയുള്ള സന്തോഷ നിമിഷങ്ങളാണ് നിങ്ങളെ പങ്കുവെച്ചത്. താങ്ക് യു.